നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് 100 മേനി വിജയം നേടി ഏക വിദ്യാഭ്യാസ ജില്ലയായി പാല. അഭിമാനത്തോടെ 3209 പേർ മൂന്നാം തവണയും തല ഉയർത്തി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൊക്കോ വില കൂപ്പുകുത്തി 1000-ൽ നിന്നും 650-ലേക്ക് 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 400 രൂപ. കോട്ടയം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. സ്വന്തം വാഹനവുമായി എത്തുന്നവർക്ക് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനവും നടപ്പായില്ല. പ്രതിസന്ധിയിലായി മോട്ടോർ വാഹന വകുപ്പ്. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ തുടർച്ചയായി 4ാം തവണയും പാലാ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് 100 മേനി വിജയം. 3209 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. SSLC പരീക്ഷാഫലം എത്തിയപ്പോൾ വീണ്ടും തല ഉയർത്തി പാലാ വിദ്യാഭ്യാസ ജില്ല. തുടർച്ചയായി 4ാം തവണയും പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടി. സംസ്ഥാനത്ത് 100 മേനി വിജയം നേടിയ ഏക വിദ്യാഭ്യാസ ജില്ലയാണ് പാല. 3209 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത് 723 പേർക്ക്. ഇതിൽ 260 ആൺകുട്ടികളും 463 പെൺകുട്ടികളും ഉൾപ്പെടും. ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചത് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 242 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. ചിട്ടയായ പഠനവും കുട്ടികളുടെ കഠിനാധ്വാനവുമാണ് വിജയത്തിന് പിന്നിലെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു. നമ്മുടെ കുട്ടികൾ നന്നായിട്ട് തന്നെ കഠിനാധ്വാനം ചെയ്തു. നമ്മുടെ അധ്യാപകർ ഇതിന്റെ പിന്നിൽ വളരെ ഏറെ പരിശ്രമിച്ച് കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം കിട്ടിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഇങ്ങനെ നല്ല മിടുമിടുക്കരാക്കാനായിട്ട് അവർ നന്നായിട്ട് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാവരും മിടുക്കരാണ്. അവരെ പറ്റുന്ന പോലെ എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3ാം വർഷമാണ് സെന്റ് മേരീസ് സ്കൂൾ 100 മേനി വിജയം നേടുന്നത്. നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂൾ, അതുപോലെ ഗവൺമെന്റ് ഹൈസ്കൂള്, സെന്റ് മേരീസ്, ഇതൊക്കെ 242 പിള്ളേരാണ്. പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഒരുക്കുന്ന സ്കൂൾ ഇതാണ്. ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ്, ഇവിടുത്തെ അധ്യാപകര്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അതുപോലെ PTA ഒക്കെ വളരെ സജീവമാണ്. 60 ഫുൾ A+ ആണ് ഈ വർഷവും പാലാ സെന്റ് മേരീസിന് കിട്ടിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലോട്ട് പോകണം. അവിടെയും 100% വിജയമാണ്. എവിടെയും വിദ്യാർത്ഥികൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനുള്ള ദിവസമാണ്, മണിക്കൂറുകളാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കൊക്കോ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി 1000-ന് മുകളിൽ ഉയർന്ന കൊക്കോ വില 650 രൂപയിലേക്ക് കൂപ്പുകുത്തി. 400 രൂപയുടെ കുറവാണ് 2 ദിവസം കൊണ്ട് ഉണ്ടായത്. കർഷകർക്ക് പ്രതീക്ഷയേകി 1000 രൂപ കടന്ന കൊക്കോ വില 650 രൂപയിലേക്ക് കൂപ്പുകുത്തി. ശനിയാഴ്ച വരെ 1 കിലോ ഉണക്ക കൊക്കോ പരിപ്പിന് 1050 രൂപയോളം വില ലഭിച്ചിരുന്നു. ഞായർ അവധി കഴിഞ്ഞ് വിപണി ആരംഭിച്ചതോടെയാണ് വില കുത്തനെ ഇടിഞ്ഞത്. 400 രൂപയുടെ കുറവാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് കൊക്കോയുടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ചരിത്രത്തിലാദ്യമായി വില 1000 കടക്കാൻ കാരണമായതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വില ഇല്ലാതായപ്പോൾ കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി കർഷകർ മറ്റു കൃഷിയിലേക്ക് മാറിയിരുന്നു. ഇതും വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ കൊക്കോ തോട്ടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായതും ഉൽപാദനം കുറയാൻ ഇടയാക്കി. ഐവറി കോസ്റ്റ്, ഘാന തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമീപകാലത്ത് കൊക്കോയുടെ ഉൽപാദനം കുറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യത കുറഞ്ഞതോടെ കൊക്കോയുടെ വില കുതിച്ചുയർന്നു. ടണ്ണിന് $4000 നിന്നും $12260 വില ഉയർന്നത്. അതിന്റെ പ്രതിഫലനം കേരളത്തിലുമുണ്ടായി. 2 മാസം മുൻപ് വരെ കിലോയ്ക്ക് 260 രൂപ ലഭിച്ചിരുന്നിടത്ത് വില 1000 കടന്നു. എന്നാൽ അന്താരാഷ്ട്ര വിപണി വില $8522 താഴ്ന്നതോടെ ഇവിടെയും വിലയിടിയുകയായിരുന്നു. ആഗോളതലത്തിലുണ്ടായ ക്ഷാമം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ശരാശരി 500-600 രൂപ തോതിൽ വില തുടരാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇനിയും വില കൂടുമെന്ന പ്രതീക്ഷയിൽ സ്റ്റോക്ക് പിടിച്ചുവച്ചിരിക്കുന്ന കർഷകർ എത്രയും വേഗം ചരക്ക് വിറ്റഴിക്കാനുള്ള തിരക്കിലാണ്. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ തോപ്രാംകുടിയിൽ മാത്രം ഇന്നലെ 20 ടൺ ഉണക്ക കൊക്കോയാണ് വിൽപ്പനയ്ക്കെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നില്ല. സ്വന്തം വാഹനവുമായി എത്തുന്നവരുടെ ടെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പല ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളും അടച്ചുപൂട്ടിയത് വിനയായി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചെങ്കിലും പലയിടങ്ങളിലും ഇന്നും ടെസ്റ്റ് നടന്നില്ല. സ്വന്തം വാഹനവുമായി എത്തുന്നവരുടെ ടെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനം. പാലയിലും തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. മൂന്നാനിയിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കുള്ള ഗേറ്റ് സ്കൂളുകാർ അടച്ചിട്ടു. പാലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് സ്വകാര്യ ഗ്രൗണ്ടിലായതിനാൽ മോട്ടോർ വാഹന വകുപ്പിനും പരിമിതികളുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനാണ് പാലയിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെ വാടക നൽകുന്നത്. ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സംയുക്ത സമരസമിതി. 9 ദിവസമായി ലൈസൻസ് ടെസ്റ്റുകൾ മുടങ്ങിയിട്ട്. സ്വന്തമായി വാഹനം ഉപയോഗിക്കാൻ ആരും തയ്യാറാകാത്തതും ടെസ്റ്റ് മുടങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്.
ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷികം മെയ് 11, 12 തീയതികളിൽ അരുവിത്തുറയിൽ നടക്കും. 12-ാം തീയതി മഹാറാലി നടക്കും. കത്തോലിക്ക കോൺഗ്രസ് ജന്മവാർഷികവും സമുദായ സമ്മേളനവും ഈ മാസം 11, 12 തീയതികളിൽ അരുവിത്തുറയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 11-ന് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ദീപശിഖ പ്രയാണങ്ങൾ വൈകിട്ട് 5 മണിയോടെ അരുവിത്തുറയിൽ എത്തിച്ചേരും. തുടർന്ന് പതാക ഉയർത്തും. 12-ന് രാവിലെ 10:30 കേന്ദ്ര പ്രതിനിധി സഭ സമ്മേളനം നടക്കും. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന മഹാറാലി സെന്റ് ജോർജ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് അരുവിത്തുറ ടൗണിലൂടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് സമുദായ സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് എന്ന കത്തോലിക്ക സഭയുടെ സമുദായ സംഘടന രൂപം കൊണ്ടിട്ട് 106 വർഷം പൂർത്തീകരിക്കുക. ഈ ജന്മവാർഷികം അതിവിപുലമായി നടപ്പിലാക്കണമെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുവിത്തുറയിൽ വെച്ച് മെയ് 11, 12 തീയതികളിൽ ഈ 106ാമത് ജന്മവാർഷികം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിജു പറയനിലം, ജോസുകുട്ടി ഒഴികയിൽ, രാജേഷ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭ നോർത്ത് CDS കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാകായിക മത്സരം അരങ്ങ് 2024 കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്നു. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അരങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ നളിനി ബാലൻ അധ്യക്ഷയായി. കൌൺസിലർമാരായ ഷേബ മർക്കോസ്, ജിഷ ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ അവരുടെ കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ ഉള്ളവരെയൊക്കെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നവരാണ്. എന്നാൽ പണ്ടത്തെ തലമുറയിൽ നമ്മുടെ മാതാപിതാക്കളൊന്നും അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് സപ്പോർട്ട് തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കുടുംബശ്രീ എന്ന മഹത്തായ പ്രസ്ഥാനം നമുക്ക് കിട്ടുകയും ആ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് നമുക്കൊരു വേദി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വേദികൾ, ഇങ്ങനെയുള്ള വേദികൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. CMI സഭാ സ്ഥാപനത്തിന്റെ ദ്വിശതാബ്ദിക്ക് മുന്നോടിയായി മാന്നാനം ആശ്രമത്തിൽ വിവിധ കർമ്മപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 11-ന് മാന്നാനം ആശ്രമ ദേവാലയത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ബലിയോടെ ചടങ്ങുകൾ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ഫാദർ ജോസി താമരശ്ശേരി, ഡോക്ടർ കുര്യൻ ചാലങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 11-ാം തീയതി മാന്നാനത്ത് 11 മണിക്കത്തെ ദിവ്യബലിയോടുകൂടി ആഘോഷമായ ദിവ്യബലിയോടുകൂടി ചടങ്ങുകൾ തുടങ്ങുകയും ആ ദിവ്യബലിക്ക് അഭിമന്യ കർദിനാൾ ആലഞ്ചേരി പിതാവ് കാർമ്മികത്വം വഹിക്കുകയും CMI സഭയുടെ പ്രിയോർജനാൽ ബഹുമാനപ്പെട്ട ചാത്തമ്പ്രമലച്ചനും മറ്റ് കൗൺസിലേഴ്സും പ്രൊവിൻഷ്യൽമാരുടെയും നേതൃത്വത്തിലുള്ള ദിവ്യബലി നടക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ചാത്തമ്പ്രമലച്ചൻ CMI സഭയുടെ പ്രിയോർജനാൽ അദ്ദേഹം സഭയുടെ ഈ കുടുംബവർഷം യുവാക്കളുടെയും കുട്ടികളുടെയുമായിട്ടുള്ള വർഷത്തെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ മീനച്ചിലാറിന്റെ തീരങ്ങൾ ശുചീകരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ മീനച്ചിലാറിന്റെ തീരങ്ങളുടെ ശുചീകരണം ആരംഭിച്ചു. ഇരുകരകളിലുമുള്ള കാട്ടുപള്ളകൾ അടക്കമുള്ളവ വെട്ടിത്തെളിച്ചാണ് ശുചീകരണം. റിവർവ്യൂ റോഡിന്റെ വശത്തെ ശുചീകരണമാണിന്ന് നടന്നത്. നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ശുചീകരണങ്ങൾ നടക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈരാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷ സുഹറ അബ്ദുൾ ഖാദർ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചു. കഴിഞ്ഞ 3.5 വർഷമായി നഗരസഭാധ്യക്ഷയായി തുടരുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് സുഹറ അബ്ദുൾ ഖാദർ രാജിസന്നദ്ധത അറിയിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് കൈമാറിയത്. രാജിയുടെ കാരണം കത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഏതാനും നാളുകളായി ചെയർപേഴ്സണെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് രാജിയുടെ പിന്നിലെന്നാണ് സൂചന. 26ാം വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ഉയർന്ന സാമ്പത്തിക അഴിമതി ആരോപണം ഘടകകക്ഷികളിൽ ചിലർ ചോദ്യം ചെയ്യുകയും മുസ്ലിം ലീഗ് നേതൃത്വത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. വെൽഫെയർ പാർട്ടിയാണ് സുഹറയ്ക്കെതിരെ മുസ്ലിം ലീഗിനെ സമീപിച്ചതെന്നാണ് സൂചന. ചെയർപേഴ്സണെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും ഇതേ രീതി തുടർന്നാൽ പിന്തുണ പിൻവലിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സൂചനകളുണ്ട്.
ഇതേ തുടർന്ന് ലീഗ് നേതൃത്വം ഇടപെടുകയും ചെയ്തതോടെയാണ് രാജിയെന്നാണ് വിവരം. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടുന്നതിന് പാർട്ടിയിൽ നിന്ന് മതിയായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന പരാതിയും സൂറയ്ക്കുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രമാണ് ഞാൻ. കൃത്യമായിട്ട് 14 അംഗ കമ്മിറ്റി കൂടി അതിൽ സ്വാഗത കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് അതിൽ ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും ആദരണീയനായ വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് എ കാജതാക്കയാണ് ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ. എൻ്റെ സെക്രട്ടറി സുനിൽകുമാർ കൗൺസിലറും. കൃത്യമായിട്ട് അവരുടെ പേരിൽ അക്കൗണ്ട് നിക്ഷിപ്തമായിട്ട് കൃത്യമായിട്ട് 1 രൂപ 1 അണ പോലും വ്യത്യാസമില്ലാതെ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ച് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഇടപെടേണ്ട കാര്യമില്ല. കത്ത് പാർട്ടി നേതൃത്വത്തെ ഏൽപ്പിച്ചതോടെ ലീഗ് വെൽഫെയർ പാർട്ടി ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ചിറക്കടവ് SRV NSS VHSSൽ ജൂണിൽ പ്രതീക്ഷിക്കുന്ന HSA ഗണിതശാസ്ത്രം തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗണിതശാസ്ത്രത്തിൽ BSc അല്ലെങ്കിൽ MSc B.Ed, KTech അല്ലെങ്കിൽ സെറ്റ് എന്നിവയാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധി 39 വയസ്സ്. താൽപര്യമുള്ളവർ 16 വൈകിട്ട് 5 മുമ്പ് സ്കൂൾ ഓഫീസിൽ അപേക്ഷ നൽകണമെന്ന് മാനേജർ അറിയിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 9446457445. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറെ ആവശ്യമുണ്ട്. അപേക്ഷകർ ഡെപ്യൂട്ടി DCE കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയ്ക്ക് മുൻഗണന. താൽപര്യമുള്ളവർ www.sbcollege.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം office@sbcollege.ac.in എന്ന ഇമെയിലിൽ 18 മുമ്പായി അയക്കണം. പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 13 മുതൽ 17 വരെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പൈതൺ പ്രോഗ്രാമിംഗ് പരിശീലനം നൽകും. വിവരങ്ങൾക്ക് ഫോൺ 8943661109. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് 100 മേനി വിജയം നേടി ഏക വിദ്യാഭ്യാസ ജില്ലയായി പാല. അഭിമാനത്തോടെ 3209 പേർ മൂന്നാം തവണയും തല ഉയർത്തി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൊക്കോ വില കൂപ്പുകുത്തി. 1000-ൽ നിന്നും 650-ലേക്ക് 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 400 രൂപ. കോട്ടയം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. സ്വന്തം വാഹനവുമായി എത്തുന്നവർക്ക് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനവും നടപ്പായില്ല. പ്രതിസന്ധിയിലായി മോട്ടോർ വാഹന വകുപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.